സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. വയനാട്ടിൽ ഇന്ന് റെഡ് അലർട്ടും 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ 4 പ്രധാന അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങൾ വിനീഷ് ചേരുകയാണ്. വിനീഷ്, സംസ്ഥാനം അങ്ങോളം ഇങ്ങോളം മഴ തുടരുന്ന ഒരു സാഹചര്യം, നിരവധി ജില്ലകളിൽ അലർട്ടുകളും പ്രഖ്യാപിച്ചിരിക്കുന്നു. എങ്ങനെ വിവരങ്ങൾ? വാർത്തയുടെ വിവരങ്ങളുമായി പ്രജിത്താണ് ചേരുന്നുള്ളത്. പ്രജിത്ത്, സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെ? അതിര ഇന്ന് ഏറ്റവും ആശങ്കാജനകമാകുന്നുള്ളത് വയനാട്ടിലെ സാഹചര്യമാണ്. കാരണം വയനാട്ടിൽ രാവിലെ മുതൽ ശക്തമായ മഴയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്കുകളിൽ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇപ്പോൾ രാത്രിയായിരിക്കുന്നു. ഒരുപക്ഷെ രാത്രിയിൽ നല്ല കാറ്റിനും മഴയ്ക്കും എല്ലാം സാധ്യതയുണ്ട് വയനാട്ടിൽ. നേരത്തെ തന്നെ 8ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ വയനാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. 173ഓളം പേരെയാണ് വയനാട്ടിൽ മാത്രം മാറ്റി താമസിക്കുന്നത്. അപ്പോൾ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകളുമൊക്കെ തുടരാനുള്ള സാഹചര്യം വയനാട്ടിൽ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ 8 ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുള്ളത്. ആ ജില്ലകൾ ഞാൻ വായിക്കാം. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നു. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നൽകുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും ഇന്ന് അലർട്ടുകളുണ്ട്. നാളെയും സമാനമായ സാഹചര്യമാണ്. നാളെ കോട്ടയം മുതൽ വടക്കോട്ടുള്ള കാസർഗോഡ് വരെയുള്ള 10 ജില്ലകളിലും ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നു. ബാക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് വരുന്ന ദിവസങ്ങളിലും മഴ ശക്തമായി തന്നെ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. പ്രത്യേകിച്ച് ന്യൂനമർദ്ദ പാത്തി നിലനിൽപ്പുണ്ട്. അതോടൊപ്പം തന്നെ കാലവർഷക്കാറ്റും ശക്തമായി വീശുന്നു. ഈ സാഹചര്യത്തിലാണ് മഴ തുടരുന്നത്. അതോടൊപ്പം 19-ാം തീയതി ബംഗാൾ ഉൾക്കടലിൽ ഒരു പുതിയ ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ മഴ പെയ്യാനാണ് സാധ്യത. നിലവിൽ തന്നെ സംസ്ഥാനത്തെ പല നദികളിലും ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ്. നിരവധി ഡാമുകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതോടൊപ്പം റെഡ് അലർട്ട് പ്രഖ്യാപിച്ച കല്ലാർകുട്ടി, ഇരട്ടയാർ, ലോവർ പെരിയാർ, മൂഴിയാർ ഡാമുകളിൽ നിന്നും ഒരു നിയന്ത്രിതമായ അളവിൽ ഒരു മുൻകരുതൽ എന്ന നിലയിൽ ജലം പുറത്തുവിട്ട് തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്താകെ നിലവിൽ 31 ക്യാമ്പുകളിലായി ആകെ 474 പേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം കനത്ത കാറ്റിനും സാധ്യത പറയുന്നുണ്ട് വിവിധ ജില്ലകളിൽ. ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഇന്നത്തെ രാത്രിയിൽ നിർണായകമാണ്. കാരണം കാറ്റ് ശക്തമായി വീശുകയാണെങ്കിൽ മലയോര മേഖലകളിലൊക്കെ കൂടുതൽ മരങ്ങൾ വീണും ചില്ലകൾ ഒടിഞ്ഞു വീണ് KCBയുടെ പോസ്റ്റുകളൊക്കെ ഒടിഞ്ഞുമൊക്കെയുള്ള അപകടങ്ങൾക്കൊക്കെ നിരവധി സാധ്യതകൾ നിലനിൽക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സമാനമായ രീതിയിലുള്ള, അതായത് മരങ്ങൾ പിഴുതു വീണ് അപകടങ്ങൾ ഉണ്ടാകുകയും ആളുകൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായ സാഹചര്യത്തിൽ ഈ മലയോര മേഖലകളിലെല്ലാം പ്രത്യേക ശ്രദ്ധ വേണമെന്ന നിർദ്ദേശം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകി കഴിഞ്ഞു. അടിയന്തര സാഹചര്യമുള്ള മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കണമെങ്കിൽ അത് ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം മലയോര മേഖല സഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് വിവിധ ജില്ലകളിൽ അവധികൾ അല്ലെങ്കിൽ അവിടേക്കുള്ള പ്രവേശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബീച്ചുകളിൽ ആളുകൾ പോകരുതെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മത്സ്യബന്ധനത്തിന് നിയന്ത്രണങ്ങളുണ്ട്. അങ്ങനെ വളരെ ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഗുരുതരമായ സാഹചര്യം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഒരു പക്ഷേ ഈ ന്യൂനമർദ്ദത്തിന്റെ രൂപപ്പെടൽ അത് ഇല്ലാതാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സാധ്യത ന്യൂനമർദ്ദം ഉണ്ടാകുന്നില്ലെങ്കിൽ ഒരുപക്ഷെ 1-2 ദിവസം കൂടി ശക്തമായ മഴ പെയ്ത ശേഷം മഴയുടെ അളവിൽ കുറയാനുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. പക്ഷേ നിലവിൽ ഇതൊന്നും കൃത്യമായി പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. എന്തായാലും മഴ കനക്കുന്നു. നാളെയും സംസ്ഥാനത്ത് ശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. ആതിര. ശരി, സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. വയനാട്ടിൽ ഇന്ന് റെഡ് അലർട്ടും 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ 4 പ്രധാന അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചു. വിവരങ്ങളാണ് പ്രജിത് മോഹനൻ നൽകിക്കൊണ്ടിരുന്നത്.